ഈ അപകടമുണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ ആ തൊട്ട് അടുത്ത സമയത്താണ് അദ്ദേഹം പുറത്തിറങ്ങി ഓടിയും അദ്ദേഹം നാട്ടുകാരോട് പറയുന്നത് എൻ്റെ ചുറ്റും മൃതദേഹങ്ങളായിരുന്നു, തൻ്റെ സഹോദരൻ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരുപക്ഷേ ആ സീറ്റിനോട് തൊട്ട് ചേർന്ന ഒരു നമ്പറിൽ ഈ സമാനമായ പേരുള്ള ഒരു അജയകുമാർ എന്നൊരു രമേശ് അജയകുമാർ എന്നൊരു പേര് കാണുന്നുണ്ട്. രമേശ് വിശ്വാസ് കുമാറും രമേശ് അജയകുമാറുമാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ 11A എന്ന സീറ്റിനോട് ചേർന്ന് ഈ ഒരു പേര് കൂടി കാണുന്നുണ്ട്. 11Aയിലാണ് ഈ രമേശ് വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത്. 11Jയിലുള്ള ആളിൻ്റെ പേര് രമേശ് അജയകുമാർ എന്നാണ്. ഇനിയും അതും GBR ആണ്. അതും ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള 2 പേരാണ്, രമേശ് അജയകുമാറും രമേശ് വിശ്വാസ് കുമാറും. അതിൽ രമേശ് വിശ്വാസ് കുമാറാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹം ഈ 11A എന്ന് പറയുന്ന സീറ്റ് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള ഒരു സീറ്റാണ്. ആ എമർജൻസി എക്സിറ്റിനോട് ചേർന്നാണ് ഈ 2 യാത്രക്കാരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഉറപ്പായും നമുക്ക് പറയാം രമേശ് വിശ്വാസ് കുമാർ 11Aയിൽ ഉണ്ടായിരുന്ന രമേശ് വിശ്വാസ് കുമാർ എമർജൻസി എക്സിറ്റിലൂടെയാണ് പുറത്തിറങ്ങി നമ്മൾ ഈ കാണുന്ന പോലെ നടന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ എത്തിയവരുടെ അടുത്തേക്ക് പോവുകയും ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അത് നമുക്ക് കൃത്യമായി ഇപ്പോഴത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പ്രേക്ഷകരിലേക്ക് ഈ വിമാനത്തിനകത്ത് എന്നാൽ സീറ്റിൻ്റെ ക്രമീകരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നൽകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ 11A നൽകാൻ കഴിയും. 11A എവിടെയാണ് എന്നതിൻ്റെ നമുക്കതിൻ്റെ വിമാനത്തിനകത്തെ സീറ്റ് പൊസിഷൻ നോക്കുമ്പോൾ അറിയാൻ കഴിയും. അത് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ളതായിരുന്നു ആ സീറ്റ്. എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള ആ സീറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം ഇരുന്ന 11A അതിൻ്റെ താഴെ 11ABC കാണാം. അതിൽ 11A എമർജൻസി എക്സിറ്റിനോട് ചേർന്നാണ് ആ സീറ്റ്. അദ്ദേഹത്തിന് വേഗത്തിൽ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഒപ്പമുണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷേ രമേശ് അജയകുമാർ ആയിരിക്കാം. ആ സീറ്റിനോട് ചേർന്ന് 11Jയിലാണ് രമേശ് അജയകുമാർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 പേരും ബ്രിട്ടീഷ് പൗരന്മാരാണ്. 2 പേർക്കും ഇന്ത്യൻ ബന്ധമുണ്ട്. പേരിൽ നിന്ന് നമുക്കതറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ 2 പേരും ബ്രിട്ടീഷ് പൗരത്വം ഉള്ളവരാണ്. അപ്പോൾ ആ 2 പേർക്കും അതിൽ എന്താണ് ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ വിവരം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം അപകടത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരമൊരു സഹായം ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ അഹമ്മദാബാദിലെ ആക്സിഡന്റ് സൈറ്റിലെത്തിയിരുന്നു. അദ്ദേഹം ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് കരുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: അപകടത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് 1 കോടി രൂപ നൽകും. ചികിത്സ ഏറ്റെടുത്തു. ഡോക്ടേഴ്സിൻ്റെ ഹോസ്റ്റലിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ അവിടെ എത്തി പറഞ്ഞിട്ടുണ്ട്.